ടെക് ന്യൂസ് ആണ്. കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകളാണ്. ഒന്ന്, വാട്സപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു ചേഞ്ച്, ഡിലീറ്റ് ഫോർ എവരിവൺ. നമ്മൾ റോങ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ ഈ ഡിലീറ്റ് ഫോർ എവരിവൺ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും തെറ്റി ഡിലീറ്റ് ഫോർ മീ കൊടുത്തിട്ട് മിഴിച്ചിരിക്കാറുണ്ട്. ഇനി ആ പ്രശ്നമില്ല. ഡിലീറ്റ് ഫോർ മീ കൊടുത്താലും താഴെ അൺഡു എന്നൊരു ഓപ്ഷൻ വരും. അതിൽ പ്രസ് ചെയ്താൽ മെസ്സേജ് തിരിച്ചു വരും. എന്നിട്ട് പ്രോപ്പറായിട്ട് ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കാം. അല്ലെങ്കിൽ ഡിലീറ്റ് ഫോർ മീനെ നമുക്ക് റിക്കവർ ചെയ്ത് അവിടെ തന്നെ വെക്കാം. ഇനി അടുത്ത നല്ലൊരു ചേഞ്ച് വാട്സപ്പിൽ വന്നിരിക്കുന്നത്, ലിങ്ക് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഈ അടുത്ത കാലത്ത് വന്ന അപ്ഡേറ്റ് ആണ്. ഇനി അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ തമ്പനയിൽ കൂടി വരുമെന്നുള്ളൊരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. സോ ഇനി വാട്സപ്പ് സ്റ്റാറ്റസിൽ ലിങ്ക് തമ്പനയിൽ അടക്കം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. സോ ആദ്യത്തെ വാർത്ത അതാണ്. രണ്ട് നല്ല വാട്സപ്പ് അപ്ഡേറ്റ്. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത്, റിയൽമി 10 Pro Plus 5G നാളെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള അടിപൊളി ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ ഒന്നാം തരമായിട്ടുണ്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പക്ഷേ ബെസ്റ്റ് ഫോൺ അറ്റ് 20,000 to 25,000 ആ ഒരു റേഞ്ചിന് താഴെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ആ റേഞ്ചിലാണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് ഇത് വാങ്ങാവോ? നാളെ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട. ഇനി അടുത്തൊരു കാര്യം, റിയൽമി UI 4.0 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ഫോണുകളിലേക്കും. 10 Pro Plus 5G അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്ത് നോക്കി, ഒരുപാട് നല്ല നല്ല ചേഞ്ചുകളും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ മറക്കണ്ട, നിങ്ങളുടെ ഫോണിലേക്കും വരുന്നുണ്ട് റിയൽമി UI 4.0. ഇനി അടുത്തൊരു നല്ല വാർത്ത എന്ന് പറയുന്നത്, ആമസോൺ പ്രൈം ഗെയിംസ്, PC ഗെയിമുകളൊക്കെ ആമസോൺ പ്രൈമിലൂടെ നമുക്ക് ഇനി കിട്ടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ടീസർ വന്നെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അത് വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ആ കാണുന്നത്. ആമസോൺ പ്രൈം ഗെയിംസ് അത് ഓൾറെഡി ഉള്ള ആമസോൺ പ്രൈം മെമ്പർഷിപ്പിൻ്റെ ഒപ്പം കിട്ടുമെന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. സെപ്പറേറ്റ് ആയിരിക്കാനാണ് സാധ്യത. എന്നാലും PC ഗെയിമുകൾ കൂടി അതിനകത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു നല്ല ചേഞ്ച് എന്ന് പറയുന്നത്, സാംസങ്ങിന്റെ ഫോണുകളിൽ വരുന്നുണ്ട്. OLED 2.0 എന്ന് പറയുന്ന പുതിയ ഡിസ്പ്ലേ ടെക്നോളജി വരുന്നതോട് കൂടി അതിനകത്ത് ഫുൾ സ്ക്രീനിലും നമുക്ക് ഫിംഗർ പ്രിന്റ് വെക്കാൻ പറ്റും. അതായത് ആ ഡിസ്പ്ലേയുടെ ഫുൾ സ്ക്രീനും ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും. എവിടെ വിരൽ വെച്ചാലും അൺലോക്ക് ആവുന്ന രീതിയിലാണ് ആ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, സെക്യൂരിറ്റി ഡബിൾ ആക്കുന്ന ഒരു ടെക്നോളജി കൂടി സാംസങ് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഫിംഗർ പ്രിന്റിന് പകരം ഒന്നിലധികം ഫിംഗർ പ്രിന്റ് സെൻസറുകൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൊടുക്കും. അങ്ങനെ ചെയ്താൽ ബിസിനസ് ഫോണൊക്കെയാണ്, ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഫിംഗർ പ്രിന്റ് സെൻസറുകൾ വെക്കാം. അതായത് ഒരെണ്ണം വെച്ചാൽ മാത്രം ഓപ്പൺ ആവില്ല, ഇത് കൂടി രണ്ടാമത്തെ കൂടി വെച്ചാലേ ഓപ്പൺ ആവൂ, അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ കൂടി വെച്ചാലേ ഓപ്പൺ ആവൂ. അങ്ങനെയൊക്കെ ഹൈ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒന്നിലധികം ഫിംഗർ പ്രിന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോണിനെ മോർ സെക്യൂർ ആക്കാൻ സാധിക്കും. സോ അത് 2025 ആകുമ്പോഴേക്കും വരുമെന്നാണ് കേൾക്കുന്നത്. ബട്ട് സാംസങ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. താമസിയാതെ അതും വരും, ഹൈ സെക്യൂരിറ്റി ഉള്ള ആൻഡ്രോയിഡ് ഫോൺ. ഇനി അടുത്തൊരു നല്ല സംഗതി എന്ന് പറയുന്നത്, ഗൂഗിളിന്റെ പിക്സൽ ഫോൾഡ് വരാൻ പോകുന്നുണ്ട്. ടെൻസർ G2 പ്രൊസസ്സറൊക്കെ വെച്ചുകൊണ്ട് അതിന്റെ ചില സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. താമസിയാതെ പിക്സൽ ഫോൾഡ് വരും. കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ഇതിൽ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും കവർ ഡിസ്പ്ലേ. ഇന്റർണൽ ഡിസ്പ്ലേ വന്നിട്ട് 8 ഇഞ്ച് ആയിരിക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം കൺഫേം ചെയ്യാനുള്ളത്, നത്തിങ് ഫോൺ 2 വരും എന്നുള്ള വാർത്ത, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 1 ലൈറ്റ് വരും, അങ്ങനെയുള്ള പല വാർത്തകൾ നമ്മൾ കുറേ കാലം മുമ്പൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിലും നിലയിൽ കേൾക്കുന്നുണ്ട്. ഇനി അത് കേൾക്കാൻ നിൽക്കണ്ട. കാരണം നത്തിങ് ഫോൺ 2നെ കുറിച്ച് അവർ ഒരു പ്ലാനും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നത്തിങ് ഫോൺ 1 വാങ്ങിയവർക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്ത് അതിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒഫീഷ്യലി പറഞ്ഞതാണ്. സോ നത്തിങ് ഫോൺ 2നെ കുറിച്ച് ഒരു വിവരവുമില്ല. വേണ്ടവരൊക്കെ നത്തിങ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നത്തിങ് ഫോൺ 1 തന്നെ ഇപ്പോൾ വാങ്ങിക്കാൻ തരമുള്ളൂ. അപ്പോൾ നത്തിങ് ഫോൺ 2 ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. അടുത്ത വർഷം പകുതി കഴിഞ്ഞിട്ടായിരിക്കും അതിനുള്ള ഒരു ചാൻസ് ഉള്ളൂ. OnePlus 11ന്റെ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. OnePlus 11 ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചൈന, ഗ്ലോബൽ, ഇന്ത്യ എല്ലായിടത്തും ഏറെക്കുറെ ഒരേ സമയത്ത് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത് തന്നെ ലോഞ്ച് ഉണ്ടാവും. കൃത്യമായ ഡേറ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. Xiaomi 13 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ലുക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. 13 ബോക്സി സ്റ്റൈൽ, ഐഫോണിന്റെ ഒക്കെ സ്റ്റൈലിലാണ്. എന്നാൽ 13 Pro വരുമ്പോൾ അത് കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് ഈ കാണുന്ന തരത്തിലായിരിക്കും. സോ ഈ രണ്ട് സ്റ്റൈലിൽ 13 Pro ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, Xiaomi 12S Ultra എന്നൊരു ഫോൺ കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഡിസൈനിലുള്ളത്. വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും Xiaomiയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരികയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്, റിയൽമി GT Neo 5 240 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതെവിടേക്കാണ് പോകുന്നത്? 240 വാട്ടിന്റെ ഒക്കെ ഫാസ്റ്റ് ചാർജിങ് ഒരു ഫോണിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 5 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഫുള്ളായിട്ട് ചാർജ് ആവും. 240 വാട്ടാണ്. സോ അത്രയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾ പറയാം. എന്തായാലും ഇത് രണ്ട് ഓപ്ഷനിൽ വരും. 240ന്റെ ഉണ്ടായിരിക്കും, 150 വാട്ടിന്റെ ഉണ്ടായിരിക്കും. ബാറ്ററിയുടെ സൈസിലും വ്യത്യാസം ഉണ്ടാകും. 150 വാട്ടാണെങ്കിൽ 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും റിയൽമി GT Neo 5 വരിക. അതേസമയം 240 വാട്ടിന്റെ ആണെങ്കിൽ 4600 mAh ബാറ്ററിയുമായിട്ടായിരിക്കും വരിക. സോ റിയൽമി GT Neo 5 വരുന്നുണ്ട്. ഗംഭീര ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ്. റിയൽമി UI 4.0 കാണും. സോ പത്രമാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും ഷെയർ ചെയ്യും. സോ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.